ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകപരമായ ഒരു ചുവടുവെപ്പിന് രാജ്യം ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ചർച്ചാ വിഷയമായിരുന്ന വനിതാ സംവരണ ബില്ല് ഇന്ന് വ്യാഴാഴ്ച ആരംഭിക്കുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനമെന്നാണ് ഈ നീക്കത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. സ്ത്രീകൾ കേവലം വോട്ടർമാരല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറണമെന്നും നിയമനിർമ്മാണ സഭകളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ജനാധിപത്യത്തിന് പുതിയ കരുത്തു നൽകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2029ഓടെ വനിതാ സംവരണം പൂർണ്ണമായി നടപ്പിലാക്കുമെന്ന ഉറപ്പാണ് സർക്കാർ നൽകുന്നത്. ലോക്സഭ, നിയമസഭാ സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിപ്പിച്ചുകൊണ്ട് 1/3 സീറ്റുകൾ വനിതകൾക്കായി നീക്കിവെക്കുന്ന പുതിയ ഫോർമുലയാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യ പുതിയൊരു ഇതിഹാസം രചിക്കാനൊരുങ്ങുന്ന ഈ നിമിഷം രാജ്യത്തെ ഓരോ പൗരനും ഒരുപോലെ അഭിമാനകരമാണ്. ഈ ചരിത്രപരമായ ബില്ലിന്റെ കൂടുതൽ വിശദാംശങ്ങളും രാഷ്ട്രീയ പ്രാധാന്യവും നമുക്ക് പരിശോധിച്ചു നോക്കാം. രാജ്യം പുതിയൊരു ഇതിഹാസം രചിക്കാൻ ഒരുങ്ങുന്നു എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഈ തീരുമാനത്തിന്റെ ആഴം വ്യക്തമാണ്. കേവലം ഒരു നിയമനിർമ്മാണം എന്നതിലുപരി സ്ത്രീകളെ ഭരണകൂടത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാക്കി മാറ്റുക എന്നതാണ് തന്റെ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞു. സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നത് ജനാധിപത്യത്തിന് കരുത്തു നൽകുമെന്നാണ് മോദിയുടെ ദീർഘവീക്ഷണം. സ്ത്രീകൾ എല്ലാ മേഖലയിലും ഇന്ന് മികവ് തെളിയിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി സ്ഥാനത്ത് മുതൽ ധനമന്ത്രി സ്ഥാനത്ത് വരെ വനിതകൾ എത്തിയത് ഇതിന്റെ ഉദാഹരണമാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലൂടെ ഗ്രാമതലത്തിൽ വന്ന മാറ്റങ്ങൾ ഇനി പാർലമെന്റിലേക്കും വ്യാപിപ്പിക്കാനാണ് ഈ ബില്ലിലൂടെ ശ്രമിക്കുന്നത്. 2023 രാഷ്ട്രീയ ഭേദമന്യേ പാർലമെന്റ് ഈ ബില്ലിനെ പിന്തുണച്ചതുപോലെ ഇത്തവണയും എല്ലാ പാർട്ടികളും ഈ ചരിത്രപരമായ നീക്കത്തിന് ഒറ്റക്കെട്ടായി ഒപ്പം നിൽക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുന്നതിൽ സ്ത്രീശക്തി നിർണായകരമാണെന്ന് ഓർമ്മിച്ച പ്രധാനമന്ത്രി നാരീശക്തി തന്നെയാണ് രാജ്യത്തിന്റെ ഭാവി മാറ്റിക്കുറിക്കാൻ പോകുന്നതെന്നും വ്യക്തമാക്കി. വനിതാ സംവരണം കേവലം പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ പ്രായോഗികമായി നടപ്പിലാക്കാൻ അതീവ തന്ത്രപരമായ ഒരു ഫോർമുലയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിലുള്ള ലോക്സഭ, നിയമസഭാ സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പുതിയ നിർദ്ദേശം. 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്നതോടെ രാജ്യത്തെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറും. ഈ പുതിയ ഫോർമുല പ്രകാരം ഉണ്ടാക്കുന്ന പ്രധാന മാറ്റങ്ങൾ നോക്കിയാൽ നിലവിൽ 543 സീറ്റുകൾ 816 സീറ്റുകളായി ഉയരും. ഇതിൽ കൃത്യം 1/3, അതായത് 273 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യപ്പെടും. കേരളത്തിലെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലും വലിയ വർധന ഉണ്ടാകും. കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ നിലവിൽ 20-ൽ നിന്ന് 30 വർദ്ധിപ്പിക്കും. നിയമസഭാ സീറ്റുകളിലെ എണ്ണം 140-ൽ നിന്ന് 210 ഉയരും. ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള സീറ്റുകളുടെ പകുതി കൂടി കൂട്ടിച്ചേർക്കുന്നതിലൂടെ പുരുഷ പ്രതിനിധികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താതെ തന്നെ വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. വ്യാഴാഴ്ച തുടങ്ങുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ഫോർമുലയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. വനിതാ സംവരണ ബിൽ കേവലം സീറ്റുകളുടെ എണ്ണം കൂട്ടുന്ന ഒരു നടപടി മാത്രമല്ല, മറിച്ച് വരും തലമുറയിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള വലിയൊരു വാതിലാണ് തുറക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയതുപോലെ സ്ത്രീകൾ ഇനി വെറും വോട്ടർമാരല്ല, മറിച്ച് ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഭരണാധികാരികളാണ്. ഈ ബില്ല് നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ നോക്കിയാൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സേവനം നടപ്പാക്കിയപ്പോൾ കണ്ട വിപ്ലവം ഇനി നിയമനിർമ്മാണ സഭകളിലും ആവർത്തിക്കും. ഗ്രാമതലത്തിൽ ഭരണപാഠവും തെളിയിച്ച സ്ത്രീകൾക്ക് രാജ്യത്തിന്റെ നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭകളിലേക്ക് എത്താൻ ഇത് എളുപ്പ വഴിയൊരുക്കും. ജൽജീവൻ മിഷൻ പോലെയുള്ള പദ്ധതികളുടെ വിജയം സ്ത്രീകളുടെ പങ്കാളിത്തം മൂലമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ കരുത്തുറ്റ തീരുമാനങ്ങൾ എടുക്കാൻ ഈ സംവരണം സഹായിക്കും. വികസിത രാജ്യങ്ങൾക്ക് പോലും ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 26 ആഴ്ചത്തെ മെറ്റേണിറ്റി ലീവ് നൽകുന്ന ഇന്ത്യ രാഷ്ട്രീയ പങ്കാളിത്തത്തിലും ലോകത്തിന് മാതൃകയാകാൻ ഒരുങ്ങുകയാണ്. സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകുന്ന ഈ തീരുമാനം ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുന്നതിൽ ഏറ്റവും വലിയ ഇന്ധനമായി മാറും. 2029ഓടെ സംവരണം പൂർണ്ണമാകുന്നതോടെ രാജ്യത്തെ പുതിയൊരു ചരിത്രം തന്നെ രചിക്കുമെന്നുറപ്പാണ്. ഇന്ത്യൻ പാർലമെന്റിലെ സ്ത്രീ സാന്നിധ്യം ചരിത്രപരമായി വർദ്ധിപ്പിക്കാൻ പോകുന്ന ഈ ആഴ്ചയ്ക്കായി രാജ്യം അതീവ താല്പര്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. പതിറ്റാണ്ടുകളായി വിവിധ സർക്കാരുകൾ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട വനിതാ സംവരണ ബിൽ ഒരു പുതിയ ഫോർമുലയിലൂടെ നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റുമെന്നതിൽ തർക്കമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചതുപോലെ ഇതൊരു നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ്. 2029 ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമ്പോൾ അതിൽ സ്ത്രീ ശക്തികളുടെ കയ്യൊപ്പ് പതിപ്പിക്കാനുള്ള ഈ നീക്കം വരാനിരിക്കുന്ന തലമുറയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടികളും ഈ ചരിത്രപരമായ നീക്കത്തിന് പിന്തുണ നൽകുമോ എന്നും മണ്ഡല പുനർനിർണയം പോലെയുള്ള സാങ്കേതിക നടപടികൾ എങ്ങനെ പൂർത്തിയാക്കുമെന്നും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും.